ഇത്രയും വീഡിയോ ലേറ്റ് ആയാൽ ആദ്യമേ സോറി. കാരണം എനിക്ക് വലിയൊരു അക്കടി പറ്റി. ഞാനാണെങ്കിൽ എല്ലാം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അന്ന് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ എടുത്തപ്പോൾ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോണിൽ നിന്ന് ഒത്തിരി ഒത്തിരി സ്പേസ് എടുക്കുന്ന കുറേ വീഡിയോസൊക്കെ ഞാനാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ വിചാരിച്ചിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസും കൂടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബുദ്ധി ലേശം കൂടുതലാണ്. എന്നിട്ട് എനിക്ക് സങ്കടവും ദേഷ്യവും, കാരണം എത്ര മെനക്കെട്ടിട്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ ഒന്നേന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അല്ലെങ്കിൽ എന്നേ പോസ്റ്റ് ചെയ്യേണ്ട സാധനമാണ്. അതുകൊണ്ട് ആദ്യമേ ഒരു സോറി. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഷോർട്സ് കണ്ടിട്ട് എനിക്കിപ്പം വന്നിട്ടുള്ള എല്ലാവരും, കാരണം വേറെ ആരും വരാൻ ചാൻസ് ഇല്ല, കാരണം ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്, ആദ്യമായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരമുള്ള എന്തെങ്കിലും ആദ്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ആദ്യം ഇടാമെന്ന് വിചാരിച്ചത്. ഇത് സംഭവം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറന്നുപോയവർക്കോ അല്ലെങ്കിൽ അറിയാത്തവർക്കോ വേണ്ടി പറയാം. 1 മണിക്കൂർ കൊണ്ട് 200 രൂപ കിട്ടും. ഓൺലൈൻ ട്യൂഷൻ ജോബ്. മണിക്കൂറിന് വെച്ചാണ് പൈസ തരുന്നത്. നാട്ടിലും വീട്ടിലും ഒക്കെ എല്ലാവർക്കും നമ്മൾ ട്യൂഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും നമ്മുടെ വീടിനടുത്തുള്ളവർക്കോ അങ്ങനെയൊക്കെ ട്യൂഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ വീടിനടുത്തുള്ള 5-6 പിള്ളേർക്കും എല്ലാ സബ്ജക്ട്സും മാസം മൊത്തം പഠിപ്പിച്ചാലും ഒരു മാസത്തേക്ക് കിട്ടുന്നത് 500 രൂപ. മാക്സിമം പോയ 1000 രൂപ. 1000 രൂപയൊന്നും മിക്കതും കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ട്യൂഷൻ എടുത്തിട്ടുള്ളപ്പോഴാണെങ്കിലും എല്ലാ സബ്ജക്ട്സും മാസം മൊത്തം പഠിപ്പിച്ചിട്ട് കിട്ടുന്നത് വെറും 500 രൂപ മാസത്തേക്ക്. ഒരു മാസത്തേക്കുള്ള വരുമാനം 500 അല്ലെങ്കിൽ 1000 തീർന്നു. ഇതങ്ങനല്ല. ഇത് 1 മണിക്കൂറിന് തന്നെ നിങ്ങൾക്ക് 200 രൂപ കിട്ടും. ഒരു ദിവസം അപ്പം 2 മണിക്കൂറാണ് നിങ്ങൾ ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 400 രൂപയായി, 500 രൂപ അടുപ്പിച്ചായി. ഈ ഒരു മാസം പണിയെടുത്തിട്ട് കിട്ടുന്ന കാശാണ് വെറും 2 മണിക്കൂറും കൊണ്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതാണ് പരിപാടി. ഓൺലൈൻ ട്യൂഷൻ ജോബാണ്. എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് നമ്മൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുത്താൽ മതി. 1 മണിക്കൂറാണ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 200 രൂപ, 2 മണിക്കൂറാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 400 രൂപ, 3 മണിക്കൂറാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 600 രൂപ. അപ്പോൾ അതാണ് സംഭവം. ഒരു മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും, 1 മണിക്കൂറിനൊക്കെ 200 രൂപ ആര് തരും 1 മണിക്കൂറിന്? എന്നുവെച്ചാൽ ഫിസിക്കൽ ലേബർ ഒന്നും വേണ്ട, അങ്ങനത്തെ ജോബാണിത്. എന്ന് വെച്ചാൽ വെറുതെ ജസ്റ്റ് വീട്ടിൽ തന്നെ ഇരുന്നെങ്കും പുറത്ത് പണിക്ക് പോകണ്ട, നമ്മൾ കഷ്ടപ്പെടേണ്ട, അതൊന്നും വേണ്ട. ജസ്റ്റ് വീട്ടിൽ തന്നെ ഇരിക്കുക, ട്യൂഷൻ എടുത്ത് കൊടുക്കുക, ഓൺലൈനായിട്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കുക. ആ 1 മണിക്കൂർ കൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മണിക്കൂറിന് 200 രൂപ നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടാൻ പോകണില്ല. അപ്പം അതാണ് സംഭവം. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഒരു ഓൺലൈൻ ട്യൂട്ടർ അക്കാഡമിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. ഈ ട്യൂട്ടർ അക്കാഡമിയുടെ എന്ന് വെച്ചാൽ ട്യൂട്ടേഴ്സ്, അതായത് നമ്മളും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യും. അതേപോലെ തൻ്റെ കുട്ടിക്ക് ട്യൂഷൻ വേണം എന്നുള്ള പേരൻസ് ഉണ്ടല്ലോ, ആ പേരൻസും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ട്യൂഷൻ വേണ്ട കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടീനെ ഈ ട്യൂട്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യും. അതാണ് ഈ ട്യൂട്ടർ അക്കാഡമി ചെയ്ത പരിപാടി. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ 250 രൂപ, ഞാനൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് 250 രൂപയായിരുന്നു രജിസ്ട്രേഷൻ ഫീസ്. ഈ 250 രൂപ കൊടുത്താണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും പൈസ കൊടുത്തിട്ട് വേണോ ഇതിനകത്ത് ജോയിൻ ചെയ്യാനെന്ന്. ബട്ട് ട്രസ്റ്റ് മീ, ഈ 250 രൂപയൊന്നും ഒന്നുമല്ല. കാരണം നിങ്ങൾ 1 മണിക്കൂർ പഠിപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് 200 രൂപ തിരിച്ചു കിട്ടും. ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ, ഞാനിതിൽ ഒരു കോളേജ് ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഈ പരിപാടിക്ക് ഇത് കയറിയത്, ഈ ട്യൂഷൻ എടുക്കുന്നതിൽ കയറിയത്. എന്നിട്ട് ഞാനൊരു എനിക്കൊന്ന് ഞാൻ ഒരു 2-3 വർഷം ഞാൻ ഇതിൽ തന്നെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് നിർത്തിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയത്, ഒരു ദിവസം വെറും 2 മണിക്കൂർ മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ. ഒരു ദിവസം വെറും 2 മണിക്കൂർ. ആ വെറും 2 മണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ 1 lakh മുകളിലാണ് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എനിക്ക് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയായിരുന്നു. കാരണം ജസ്റ്റ് കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ആ കോളേജ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു 2 മണിക്കൂർ ഈ ഇൻസ്റ്റയിൽ റീലും അതും ഇതൊക്കെ സ്ക്രോൾ ചെയ്ത സമയം, ആ ഒരു 2 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ പോയി സ്പെൻഡ് ചെയ്യും. ഇവിടെ ഞാൻ ഓഫ്ലൈനായിട്ടാണ് കേട്ടോ എടുത്തുകൊണ്ടിരുന്നത്. ഇത് ഓൺലൈനായിട്ടും എടുക്കാം, ഓഫ്ലൈനായിട്ടും എടുക്കാം. സോ എനിക്ക് ഓൺലൈനായിട്ട് എടുക്കുന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എനിക്കൊരു കുട്ടിക്ക് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് എളുപ്പം. മാത്രമല്ല, ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്. ഇത് തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടർ അക്കാഡമിയാണ്. അപ്പം ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് അത് അടുത്ത് തന്നെ, എൻ്റെ ഹോസ്റ്റലിൽ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടിയെ കിട്ടിയപ്പോൾ എനിക്ക് ഓഫ്ലൈനായിട്ട് എടുക്കാനായിരുന്നു കുറച്ചുകൂടെ താല്പര്യം. എനിക്ക് ഓൺലൈനായിട്ട് എടുക്കുന്നത് അത്ര ഇഷ്ടമില്ലായിരുന്നു. സോ ഞാൻ ഓഫ്ലൈനായിട്ടാണ് ചൂസ് ചെയ്തത്. സോ ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ ഒരു വെറും 2 മണിക്കൂർ ഞാൻ അവിടെ പോകുന്നു. എനിക്ക് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് കിട്ടിയത്.
അവനെ ആ 2 മണിക്കൂർ ഞാൻ അവന് ട്യൂഷൻ എടുത്തു കൊടുക്കുക. 2 മണിക്കൂർ കൊണ്ട് എനിക്ക് 2 മണിക്കൂറിന് 400 രൂപ കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ദിവസം തന്നെ വെറും 2 മണിക്കൂർ മാത്രം നീക്കി വെച്ചിട്ട് 400 രൂപയാണ് ഒരു ദിവസം എൻ്റെ പോക്കറ്റിൽ വീഴുന്നത്. എല്ലാ ദിവസവും 400 രൂപ 600 രൂപ അങ്ങനെ വെച്ച് ഡെയിലി നമുക്ക് കിട്ടുകയാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 250 രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. നിങ്ങൾക്കിപ്പം ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾ ഓഫ്ലൈനായിട്ട് എടുക്കുന്നില്ല, ഓൺലൈനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രാവലിൻ്റെ എക്സ്പെൻസും അതൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതും ലാഭമാണ്. സോ 250 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് നഷ്ടമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഈ 250 രൂപയ്ക്ക് പുറമേ നിങ്ങൾ ഒരു എമൗണ്ട് കൂടെ അടയ്ക്കണം. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും പൈസയൊക്കെ അടച്ച് മെനക്കെട്ട പരിപാടി, ഇതൊന്നും വേണ്ട, ഇത് ഉടായിപ്പാണ്. ഞാൻ പറയുന്നു നോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുട്ടീനെ അസൈൻ ചെയ്ത് കിട്ടിയെന്ന് വിചാരിക്കാം. കുട്ടീനെ അസൈൻ ചെയ്ത് കിട്ടിയതിന് ശേഷം നിങ്ങൾ ട്യൂഷൻ എടുത്ത് തുടങ്ങുന്നു വിചാരിക്കാം. ട്യൂഷൻ എടുത്ത് നിങ്ങൾക്ക് ശമ്പളം കിട്ടുമല്ലോ. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയതിന് ശേഷം നിങ്ങൾ എനിക്കൊന്ന് 1500 രൂപയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതിൽ കൂടുതലില്ല കേട്ടോ. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ആ ഒരു റേഞ്ച് 1250 1500 അത്ര എങ്ങാണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ശമ്പളം കിട്ടി പൈസ കിട്ടിയതിന് ശേഷം കൊടുത്താൽ മതി ഈ എമൗണ്ട്. എന്ന് വെച്ചാൽ അത് നിങ്ങൾക്കിപ്പം ഘടുക്കളായിട്ട് അടയ്ക്കാൻ പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ അടച്ചാൽ മതി. ഇപ്പം 500 500 500 ഈ മാസം 500, ഈ മാസം ശമ്പളം കിട്ടിയപ്പോൾ 500 അടച്ചു, അടുത്ത മാസം ശമ്പളം കിട്ടിയപ്പോൾ 500 അടച്ചു, അങ്ങനെ അടച്ചാലും മതി. എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് 1500 കൊടുക്കണമെന്നില്ല. അപ്പം നിങ്ങൾ അയച്ചു ഒരു മാസം നിങ്ങൾ ഒരു ദിവസം ഇപ്പോൾ 2 മണിക്കൂറാണ് ക്ലാസ് എടുക്കുന്നത്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് 400 കിട്ടി. ഈ ഒരു മാസം മൊത്തം നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിനകത്ത് ഒരു ദിവസത്തെ എമൗണ്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ആലോചിച്ച് നോക്കും. ഞാനൊക്കെ അങ്ങനെ ഘടുക്കളായിട്ടാണ് കേട്ടോ അടച്ചത്. അപ്പോൾ ഒറ്റയടിക്ക് കൊടുക്കാൻ പകുതി കുറച്ചാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ കൊടുത്താലും മതി. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം എത്ര രൂപയും 1500 250 രജിസ്ട്രേഷൻ ഫീസും 1750 രൂപ, 2000 രൂപ പോലും തികച്ചു വരുന്നില്ല. ഈ 1750 രൂപ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്കത് ഒരിക്കലും നഷ്ടമല്ല. ഞാനും ഈ പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തത്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഫേക്കാണോ അല്ലെങ്കിൽ ഉഡായിപ്പാണോ. ഒന്നുമല്ല, ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം നിർത്തിയതിൻ്റെ കാരണം അത് ഞാൻ പറഞ്ഞുതരാം. സോ ഞാൻ ഇതിൽ വർക്ക് 3 വർഷത്തോളം ഞാൻ ഇതിനകത്ത് ജോലി എടുത്തിട്ടാണ് ഞാൻ 1 lakhന് മുകളിലാണ് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. ആലോചിച്ച് നോക്ക്. ഞാൻ ഒരുപാട് കാര്യം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഹോസ്റ്റൽ ഫീസ് ആണെങ്കിലും ഡെയിലി ആവശ്യത്തിനാണെങ്കിലും ഒന്നും വീട്ടിലെപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആണ് ഞാൻ ഇതിൽ പോയത്. പക്ഷേ ഇത്രയും പൈസ ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. എൻ്റെ പിന്നെ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിനകത്ത് നിന്നാണ് കൊടുത്തത്. മാത്രമല്ല ഞാൻ സേവ് ചെയ്ത് വെക്കുകയും ഞാൻ വീട്ടിൽ ഒരുപാട് പൈസ ഇതിൽ നിന്ന് കൊടുക്കുകയും ചെയ്തു. അപ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, സ്വർഗം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം കൂടുതലും എനിക്ക് തോന്നുന്നത് ഉപകാരപ്പെടുന്ന ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തവർ, വീട്ടിൽ തന്നെ ഹൗസ് വൈഫ്സായിട്ട് നിൽക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഉപകാരപ്രദമായിരിക്കും കേട്ടോ. കാരണം എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ഓൺലൈനായിട്ട് ട്യൂഷൻ എടുത്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ 400 രൂപ ഒരു ദിവസം കിട്ടും. 400 രൂപയ്ക്ക് എന്തൊക്കെ ചെയ്യാം, ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. ഹൗസ് വൈഫ്സായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. അതേപോലെ ഹൗസ് വൈഫ്സിന് മാത്രമല്ല കേട്ടോ, എന്നെപ്പോലുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പം നിങ്ങൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പം വെറുതെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ജോലി ആയിട്ടില്ല, നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുക, അപ്പം ജോലിക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇതൊരു സൈഡിൽ കൂടെ നമ്മളിപ്പോൾ ഇങ്ങനൊരു പരിപാടി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിലവിന് അത്യാവശ്യത്തിന് ഇപ്പം നിങ്ങളുടെ വണ്ടിക്കൂലിക്കോ നിങ്ങളുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചായ കുടിക്കണമെങ്കിലോ അതിന് ചായ കുടിക്കുള്ള പൈസ മാത്രമല്ല ഇതിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ എല്ലാ ദിവസവും പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ല, കോളേജ് കഴിഞ്ഞ് വരുന്നത് 2 മണിക്കൂർ, ആ ഒരു 2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. എല്ലാ ദിവസവും 2 മണിക്കൂർ സത്യം പറഞ്ഞാൽ ആർക്കും ഒരു നഷ്ടമല്ല. ഇതെങ്ങനെ നഷ്ടമല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല, ഇതെങ്ങനെ നഷ്ടമാവും? അങ്ങനെ ഞാൻ ചില ദിവസം 2 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്, ചില ദിവസം 3 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ശനി ഞായറൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ അവേഴ്സ് ക്ലാസ് എടുക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഡെയിലി ഇത്ര പൈസ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഡെയിലി. പിന്നെ അതുപോലെ ഞാൻ ഡെയിലി അല്ല പൈസ മേടിച്ചത് കേട്ടോ. ഞാൻ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, അതായത് കുട്ടിയുടെ പേരൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഡെയിലി പൈസ തരണ്ട, എനിക്കൊരു മന്ത് ഫുള്ള് കഴിഞ്ഞിട്ട് ആ മന്തിലെല്ലാം കൂടെ പൈസ ഒരുമിച്ച് തന്നാൽ മതി എന്ന്. അപ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിലോട്ട് വീഴുള്ളൂ. ഡെയിലി കിട്ടിക്കഴിഞ്ഞാൽ
എൻ്റെ സ്വഭാവം എനിക്കറിയാം, ഞാൻ തന്നെ എന്തെങ്കിലും തിന്നു കുടിച്ചു ഒക്കെ ഞാൻ തന്നെ അത് തീർക്കും. സോ അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടത് എനിക്ക് ഈ ഡെയിലി പൈസ തരണ്ട, എനിക്കൊരു മന്ത് ഒരുമിച്ച് തന്നാൽ മതി. അപ്പം നമുക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാം, ബാക്കി ട്യൂഷൻ ഫീസ് നോട്ടെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാം, ബാക്കി വീട്ടിൽ കൊടുക്കാം, അങ്ങനെ സേവ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ഒരുമിച്ചാണ്. അപ്പോൾ എനിക്ക് ഒരു മാസം തന്നെ എനിക്കൊരു 15,000 20,000 ഒക്കെ അടുപ്പിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു മാസം. ആലോചിച്ച് നോക്കണം. സാധാരണ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ജോലിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് കയറിയ ഒരാൾക്കൊക്കെ ആണെങ്കിൽ വലിയ പൊസിഷനല്ല, നോർമലായിട്ടുള്ള പൊസിഷനിലുള്ള ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 25,000 ആ ഒരു റേഞ്ചിലൊക്കെ എല്ലാവർക്കും കിട്ടുന്നുള്ളൂ. അത് 9 to 5 ജോബ് എടുത്തിട്ട് വെളുപ്പിനെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് അവർക്ക് ഒരു മാസം ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്. ഇത് ഞാൻ എല്ലാ ദിവസം വെറുതെ 2 മണിക്കൂർ മാത്രം പണിയെടുത്തിട്ടാണ് എനിക്ക് 15K to 20K എന്നുള്ളൊരു എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, മണിക്കൂർ മാത്രം എടുത്തിട്ട്. സോ ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് സംഭവം. ആ 250 രൂപ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് കുട്ടിയെ കിട്ടിയതിന് ശേഷം 1500 രൂപ ജോലി കിട്ടി ശമ്പളം കിട്ടിയതിന് ശേഷം കടുക്കളായിട്ട് അടച്ചാൽ മതി. ആ പൈസ അടയ്ക്കും. അപ്പോൾ ടോട്ടൽ 1750 രൂപയാണ് നമുക്കിവിടെ ചിലവാകുന്നത്. നമുക്ക് ഒരു ജോലി ഒരാൾ തരികയാണ്, ആരും വെറുതെ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു ട്യൂട്ടർ അക്കാഡമിയാണ്. ഇവരൊരു മീഡിയം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പേരൻസിനെ എടുക്കും, ടീച്ചേഴ്സിനെ എടുക്കും, എന്നിട്ട് ഈ പേരൻസിനെ ടീച്ചേഴ്സിനെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അക്കാഡമിക്ക് ഗുണം വേണം. എല്ലാ ആൾക്കാർക്കും പൈസയാണ് വേണ്ടത്. ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കും എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. നമുക്കും പൈസയാണ് ആവശ്യം. അതുപോലെ ഈ അക്കാഡമിക്കാർക്ക് ഇതിന് ഗുണം വേണം, മനസ്സിലായോ? അപ്പം ഇവര് പേരൻസിനെ എടുക്കുന്നു, ടീച്ചേഴ്സിനെ എടുക്കുന്നു, എന്നിട്ട് ഇവരെ ജോയിൻ ചെയ്യുന്നു. ഇവർ നമുക്കൊരു ജോലി തരികയാണ്. മണിക്കൂറിന് 200 രൂപ വെച്ച് കിട്ടുന്ന ഒരു ജോലിയാണ് നമുക്ക് ഇവർ തരുന്നത്. അപ്പം ഇവർക്ക് നമ്മൾ റിട്ടേൺ കൊടുക്കേണ്ട ഈ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണ് 1750 രൂപ. അങ്ങനെ നിങ്ങൾ വിചാരിക്കാം. നമുക്ക് ഈ ഇത്രയും 1750 രൂപ മാത്രം ഞാൻ കൊടുത്തത് കൊണ്ട് എനിക്കതിൽ നിന്ന് കിട്ടിയത് 1,00,000-ന് മുകളിൽ രൂപയാണ്. അപ്പോൾ ദിസ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. സോ അപ്പം ഇതാണ് സംഭവം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് പേരൻറ്റിനെ കുട്ടീനെ അസൈൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അക്കാഡമിയായിട്ട് നമുക്ക് ബന്ധമില്ല. കാരണം പിന്നെ നമുക്ക് എപ്പോൾ ട്യൂഷൻ വേണം, എത്ര മണിക്കൂർ എടുക്കണം, നമുക്ക് ശമ്പളം തരുന്ന എല്ലാം പിന്നെ പേരൻസ് ആയിട്ടാണ്. പിന്നെ നമ്മൾ ട്യൂഷൻ എടുക്കുന്ന രീതി തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് സംഭവം നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി കാണുമല്ലോ. പിന്നെ ഉള്ള കാര്യം, അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ഇതാണ് സംഭവം. ഓൺലൈൻ ട്യൂട്ടർ അക്കാഡമി 250 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. നമുക്ക് കുട്ടിയെ കിട്ടും. ജോലി കിട്ടിയതിന് ശേഷം ശമ്പളം കിട്ടിയതിന് ശേഷം 1500 രൂപ കൊടുക്കുക. ഡീൽ ക്ലോസ്ഡ്. പിന്നെ നമ്മളായി, നമ്മുടെ കുട്ടിയായി, നമ്മുടെ ട്യൂഷനായി, പിന്നെ നമുക്ക് പൈസയായി, റിച്ചായി. ഓ മൈ ഗോഡ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ്സും ചൂസ് ചെയ്യാം. അതായത് ഇന്ന സബ്ജക്റ്റ് തന്നെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ന ക്ലാസ് തന്നെ പഠിപ്പിക്കണം. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ് ചൂസ് ചെയ്യാം. എനിക്ക് കെമിസ്ട്രി പഠിപ്പിക്കാനാണ് കംഫർട്ടബിൾ. ഓക്കെ, അപ്പം നമ്മൾ ഇവരുടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തിന് പറയുക, എനിക്ക് കെമിസ്ട്രിയാണ് ഞാൻ പഠിപ്പിക്കാൻ ഓക്കെ. അപ്പം ഇവർ നമുക്ക് കെമിസ്ട്രി ആവശ്യമുള്ള കുട്ടീനെ മാത്രമേ തരുള്ളൂ. അതുപോലെ ഞാനിപ്പം എല്ലാ ക്ലാസ്സും പഠിപ്പിക്കാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ ഓക്കെ ആണെങ്കിൽ അവർ അതിനനുസരിച്ച് തരും. ഞാനിപ്പോൾ ഒരു 1 to 5, 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടിയെ മാത്രം പഠിപ്പിക്കാനാണ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്ത് പറയാം 1 to 5 ക്ലാസ് പഠിപ്പിക്കാനാണ് ഞാൻ ഓക്കെ. അപ്പോൾ അവർ നമുക്ക് അങ്ങനെയുള്ള കുട്ടീനെ തരുള്ളൂ. സോ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന് വെച്ചാൽ, നമുക്ക് പറ്റുന്ന ക്ലാസ്സും നമുക്ക് പറ്റുന്ന സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതി, അല്ലാതെ വേറെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഇതിനുണ്ട്. പിന്നെ അടുത്ത കാര്യം, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ID പ്രൂഫ് എന്തുവാണ്, നമ്മൾ ജെനുവിനായിട്ടുള്ള ആളാണെന്ന് ഇവർക്ക് മനസ്സിലാവണം. സോ നമ്മൾ എന്തെങ്കിലും ID പ്രൂഫ് ആയാൽ മതി. എന്തെങ്കിലും ID പ്രൂഫ് ഫോട്ടോ കാണിക്കുക, പിന്നെ നമ്മുടെ പേര് കാണിക്കുക, നമ്മുടെ പേര് പറയുക, നമ്മുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ഡിഗ്രി ആണോ, +2 ആണോ, അത് PG ആണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഇത്ര ഒരു വിദ്യാഭ്യാസം വേണമല്ലോ, അപ്പോൾ വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ വയസ്സ്, കാര്യങ്ങൾ, അതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അപ്പോഴാണ് അങ്ങനെ എന്നിട്ട് പൈസ അടച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് കോൾ വരുന്നതും നമുക്ക് കുട്ടിയെ അസൈൻ ചെയ്തതും പിന്നെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വേറെ കാര്യം പറയട്ടെ, ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞത് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട്, ഒരു അക്കാഡമി ആയതുകൊണ്ട് നിങ്ങൾക്ക്
ട്രിവാൻഡ്രത്തുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആരും ഓഫ്ലൈൻ ചൂസ് ചെയ്യത്തില്ലായിരിക്കും. ബട്ട് ഞാൻ ഓഫ്ലൈൻ ചൂസ് ചെയ്തത് കാരണം എനിക്കതായിരുന്നു ഇഷ്ടം. അതേപോലെ ഓഫ്ലൈൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോ എന്നോർത്തിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൊക്കാലിറ്റി, ഇപ്പം നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റി പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഞാനാണെങ്കിൽ ഇവാനുവൽസിലാണ് പഠിച്ചത്. അപ്പം ഞാൻ കേശവദാസപുരത്ത് ഒരു ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഓഫ്ലൈനായിട്ട് എടുത്താൽ മതി, അപ്പോൾ എൻ്റെ സ്ഥലം ഇതുപോലെ കേശവദാസപുരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്യും, കേശവദാസപുരത്തിന് ആ ഒരു ലൊക്കാലിറ്റിക്ക് അടുത്ത് ഉള്ള ഏതെങ്കിലും പേരൻറ്റിന് ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ദൂരത്തുള്ളൊന്നും തരില്ല കേട്ടോ. ആ ഏകദേശം ഒരു ഇത്ര കിലോമീറ്റർ ചുറ്റളവ് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ എനിക്ക് പരുത്തിപ്പാറയാണ് ഉള്ളൊരു കുട്ടിയെ കിട്ടും. അപ്പം ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പോയി എടുക്കുമായിരുന്നു. അപ്പം അതേപോലെ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചിലർക്ക് 2 കുട്ടിയൊക്കെ കിട്ടും. അതൊക്കെ ഭാഗ്യമാണ്. കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴിയാണ്. അവൾക്ക് റെക്കമെൻഡ് ചെയ്തു, അങ്ങനെ അവൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തു, അവരൊക്കെ ചെയ്യാൻ തുടങ്ങി. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തപ്പം അവന് 2 കുട്ടിയാണ് കിട്ടിയത്. അങ്ങനെ ചിലപ്പോൾ നമുക്ക് ലക്കും ഉണ്ടാവും. കാരണം 2 കുട്ടി എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ 2 കുട്ടിക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇരട്ടി പൈസയാണ് കിട്ടുന്നത്. അപ്പം അവന് 2ഉം ഓഫ്ലൈൻ ആയതുപോലെ ഒരു ചെറിയ കുട്ടിയും ഒരു വലിയ കുട്ടിയാണ് അവന് കിട്ടിയത്. ഒരു 1ൽ പഠിക്കുന്ന ഒരു കുഞ്ഞും പിന്നെ ഒരു 10ൽ പഠിക്കുന്ന ഒരു കുട്ടി, അങ്ങനെ 2 പേരാണ് കിട്ടിയത്. അപ്പം അതും അവൻ്റെ ഏരിയയ്ക്ക് അടുത്ത്, അവന് ഓഫ്ലൈനായിട്ട് എടുക്കാനായിരുന്നു താല്പര്യം. അങ്ങനെ അവൻ്റെ ഏരിയയ്ക്ക് എടുത്തിട്ട് ആ ഒരു ലൊക്കാലിറ്റിക്ക് അടുത്തുള്ളൊരു 2 കുട്ടികളെയാണ് അവന് കൊടുത്തത്. അപ്പോൾ ഓഫ്ലൈനായിട്ട് എടുക്കണം എന്നുള്ളവർ, അത് ട്രിവാൻഡ്രത്തുള്ളവർ മാത്രം ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് ഉണ്ടായൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ എനിക്കൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവന് ഞാൻ ട്യൂഷൻ എടുത്ത് കൊടുത്തപ്പോൾ അവൻ്റെ വീടിനടുത്തുള്ളൊരു ഇവന് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, ഒരു ക്വിസിലൊക്കെ സമ്മാനം കിട്ടുന്നുണ്ട്. അങ്ങനെ ആയപ്പോൾ ഇവൻ്റെ അടുത്ത ഉള്ള വീട്ടിലെ പേരൻറ്റ് ആ കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് 2 കുട്ടിയായി. അത് ഇവരെല്ലാം ഒരു റെസിഡൻറ്റ് ഏരിയയിലാണ്. അപ്പോൾ എനിക്ക് ഒറ്റ ദിവസം പോയതിന് എല്ലാവരെയും എടുക്കാം അങ്ങനെ. എന്നിട്ട് ഈ കുട്ടീനെ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൾ എന്നെ ട്യൂഷൻ എടുക്കാൻ വിളിച്ചു. അപ്പോൾ എനിക്ക് 3 കുട്ടിയായി. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഒരു ആളും എന്നെ ട്യൂഷൻ എടുക്കും. അങ്ങനെ എനിക്ക് 4 പിള്ളേരാണ് എനിക്ക് ട്യൂഷൻ എടുക്കാൻ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം തന്നെ പോയിട്ട് എല്ലാവർക്കും ട്യൂഷൻ എടുത്തു കൊടുക്കും. അങ്ങനെ ഒരു വീടിക്ക് എനിക്ക് 4 പക്ഷിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഗുണം എനിക്കുണ്ടായത്. പക്ഷെ അതിനൊന്നും എനിക്ക് ഈ ട്യൂട്ടർ അക്കാഡമിക്ക് പൈസ കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ. കാരണം ട്യൂട്ടർ അക്കാഡമിയോട് എനിക്ക് ഒരു കുട്ടീനെ കിട്ടിയിട്ടുള്ളൂ. അത് നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് ക്ലോസ് ചെയ്യുക, ആ ഡീലിങ്സ് പിന്നെ അവിടെ തീർന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അവരായിട്ട് നമുക്ക് യാതൊരു ഡീലിങ്സും ഇല്ല. പൈസ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 1250 രൂപ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേരൻസ് ആയിട്ടുള്ള ഡീൽ, പിന്നെ മറ്റവരായിട്ട് ഒരു ബന്ധവും നമുക്കില്ല. പിന്നെ എനിക്ക് ബാക്കിയുള്ളവരെ കിട്ടിയത് ഈ കുട്ടി വഴിയാണല്ലോ. അപ്പം അക്കാഡമി എടുത്ത് പൈസ അടക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ കഥ. പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം ഉള്ളത് മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്ത് ഇവിടെ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടുത്തെ ട്യൂഷൻ നിർത്തി. കാരണം ഞാൻ ഓഫ്ലൈനായിട്ട് എടുക്കുന്നതിന് പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നിങ്ങൾ ഓൺലൈനായിട്ട് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല, കാരണം ഓൺലൈൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിർത്തി. അപ്പോൾ അതിൽ ഒരു പേരൻറ്റിൻ്റെ കുട്ടി പറഞ്ഞു, ഒരു കുട്ടിയുടെ പേരൻറ്റ് പറഞ്ഞു ഇതുപോലെ ട്യൂഷൻ കണ്ടിന്യൂ ചെയ്യണം, ഓൺലൈനായിട്ടാണെങ്കിലും മതി പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഉപകാരമാണ്, അയാൾക്ക് ഉപകാരമാണ്, എന്തായാലും എൻ്റെ ട്യൂഷൻ തീർന്നു. പക്ഷേ ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്പം അങ്ങനെ ഒരു കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് ഞാൻ ഇപ്പോഴും ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ അക്കാഡമി എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അക്കാഡമിയാണ്. കാരണം എന്ന് വെച്ചാൽ എസ്പെഷ്യലി ട്രിവാൻഡ്രത്ത് ഒരുപാട് പേരാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. ഞാനൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്കിതിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കാരണം വേക്കൻസി വരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരു 10-15 ആൾക്കാരാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇപ്പം നമുക്ക് ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ ഈ 1 മണിക്കൂർ കൊണ്ട് 200 രൂപ കിട്ടുന്ന ഈ ഒരു സംരംഭം വളരെ യൂസ്ഫുൾ ആയതുകൊണ്ട് ഒരുപാട് പേരാണ് ഇതിനകത്ത്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ട് എൻ്റെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതുപോലെ എനിക്ക് കിട്ടിയതും എൻ്റെ ഫ്രണ്ട് വഴിയാണ്, ഞാൻ പറഞ്ഞത് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴിയാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ ഇത് ഇഷ്ടംപോലെ സർക്കുലേറ്റ് ചെയ്തൊരു പരിപാടിയാണ്. ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴാണെങ്കിലും ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം എത്രയോ പേര് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് പേരാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ വെയിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ കുറേ
കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഒത്തിരി വലിയൊരു ഒരു ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടാൻ വേറെ ഇല്ലായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, കാരണം അത്ര യൂസ്ഫുൾ ആയിരുന്നു. ഒരു ദിവസം കൊണ്ടൊക്കെ 400 രൂപ നമുക്ക് വെറുതെ കിട്ടുക എന്നാലും പണിയൊന്നും എടുക്കണ്ടല്ലോ ഇതില്. അങ്ങനെ കിട്ടുക വെച്ചാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പം ഇത് ഞാൻ അത്ര ക്ഷമയോടെ നിന്നിട്ടാണ്, ഇപ്പം ഞാൻ അല്ലെങ്കിൽ പകുതിക്ക് ചിട്ടിട്ട് പോയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇത്രയും പൈസ ഒക്കെ അടച്ചിട്ട് വേണോ ഇനിയും 1750 രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് വേണോ ഇത് കിട്ടാൻ, ഇത്ര വെയിറ്റ് ചെയ്യണോ, കിട്ടുമോ ഇല്ലേ, അങ്ങനൊക്കെ ഡൗട്ടൊക്കെ വെച്ച് ഞാൻ ഇരുന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ആ അത്രയും എമൗണ്ട് എനിക്ക് കിട്ടുമോ അങ്ങനൊന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇതിൽ പോയി രജിസ്റ്റർ ചെയ്യണ്ട. ഞാൻ വീണ്ടും എടുത്ത് പറയാം, ഈ വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് വരെ കാണാതെ പകുതിക്ക് വെച്ച് കണ്ടിട്ടൊക്കെ പോയിട്ട് നിങ്ങൾ ഇത് കാണാതെ അവിടെ പോകണമെങ്കിൽ പിന്നെ ഞാൻ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്കറിയാം. കാരണം ഇപ്പോൾ നമ്മൾ 1750 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ചിലവാക്കി നമ്മളിതിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ കോള് വന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേക്കൻസി കിട്ടിയില്ല, നമുക്ക് ഇത്ര വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന പറയുമ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഭയങ്കര വലുതാണ്. കാരണം ഞാനത് അനുഭവിച്ചത് കൊണ്ട് എനിക്കറിയാം ആ ഒരു എത്രയും നമുക്ക് ഫ്രസ്ട്രേഷൻ വരുന്നു. കാരണം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൽ കയറാൻ നിൽക്കുന്നത്. അപ്പം നമുക്ക് എത്ര വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേക്കൻസി കിട്ടുന്നില്ല എന്ന് കണ്ടാൽ നമുക്ക് നല്ല ദേഷ്യം വരും. കാരണം എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, 1750 രൂപ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 1500 കൊടുക്കേണ്ട നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം മാത്രം കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ജോലി ഓൾറെഡി കിട്ടി എന്ന് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഡൗട്ടിൽ നിൽക്കുന്ന പൈസ ഈ 250 റുപ്പീസാണ്, 250 രൂപ. ജോലി കിട്ടുന്നതിന് മുന്നേ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഫീസ് 250 രൂപയുള്ളൂ. അപ്പൊ 250 രൂപ കൊടുത്തിട്ട് നമ്മൾ, പിന്നെ ചിലർക്ക് 250 രൂപ ഒരു വലിയ എമൗണ്ട് അല്ലായിരിക്കും. 250 രൂപ സത്യം പറഞ്ഞാൽ ഓക്കെ, അത് പോട്ടെ. ആ 250 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് നമുക്കിങ്ങനെ വിളി വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ദേഷ്യം വരും. പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡി അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയില്ലാത്ത ഒരാളാണ്, നിങ്ങൾക്കിപ്പോൾ ഇന്ന് അങ്ങോട്ട് കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് നാളെ എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ തരാൻ പോകണില്ല ആരും. അതുകൊണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ദയവ് ഇത് പോവാതിരിക്കുക. വേറൊരെണ്ണം ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ അതിൽ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട, ഒരു എമൗണ്ട് നമ്മുടെ അടുത്ത് ചിലവാകുന്നില്ല. അതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്താൽ മതി. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് വേക്കൻസി വരുമ്പോൾ അവർ നമ്മളെ വിളിക്കും, നമുക്ക് അങ്ങനെ ജോബ് കിട്ടും. അതും ഇതുപോലെ, അത് പെർ അവർ 200 അല്ല, അത് വേറെ എമൗണ്ട് ആണ്. അപ്പം അങ്ങനെ വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ജസ്റ്റ് ഗ്രൂപ്പിൽ ആഡ് ആയാൽ മതി. ഇതെന്ന് വെച്ചാൽ 250 രൂപ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ കുറേ വെയിറ്റ് ചെയ്തിരുന്ന ലാസ്റ്റ് എനിക്ക് കോൾ വന്നത്. ഓക്കെ, അപ്പോൾ അത്ര വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്, 250 രൂപ നിങ്ങളുടെ നിന്ന് മുടക്കിയിട്ട് വെയിറ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അല്ലാത്തൊരു ജോയിൻ ചെയ്യരുത്. ഒത്തിരി ആൾക്കാരാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് നിന്ന് നമുക്ക് ഈ വേക്കൻസി വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത്, പക്ഷെ എനിക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം അറിയില്ല. കാരണം കിട്ടിക്കഴിഞ്ഞത് ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ് ചൂസ് ചെയ്യാം, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എനിക്കിപ്പോൾ മലയാളം മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചെല്ലുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഇവർ മലയാളത്തിന് മാത്രം ട്യൂഷൻ വേണ്ട ഒരു കുട്ടി വരികയാണ്. അങ്ങനെ ഒരു കുട്ടി വരുമ്പോഴാണ് നമുക്ക് അസൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. എന്ന് വെച്ചാൽ, ഞാൻ മലയാളം മാത്രമേ പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഈ മലയാളത്തിന് മാത്രം ട്യൂഷൻ മതി, അങ്ങനെയുള്ളൊരു കുട്ടി വരുമ്പോഴായിരിക്കും നമുക്ക് കോള് വരിക. ഓക്കെ, പക്ഷേ ഇപ്പം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ക്ലാസ്സും പഠിപ്പിക്കാൻ ഓക്കെ ആയിരുന്നു, അതുപോലെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ ഓക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും പിന്നെ കുറച്ചും കൂടെ നേരത്തെ എനിക്ക് കോൾ വന്നത്. കാരണം അപ്പം എന്താണ്, ഏതൊരു സബ്ജക്റ്റിനുള്ള ഒരു ട്യൂഷൻ്റെ കുട്ടി വന്നാലും, ഏതൊരു ക്ലാസ്സിലെ ഒരു കുട്ടി ട്യൂഷനായിട്ട് വന്നാലും ആ കുട്ടീനെ എനിക്ക് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ കെമിസ്ട്രി മാത്രം അല്ലെങ്കിൽ മാത്സ് മാത്രമേ പഠിപ്പിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ മാത്സിന് മാത്രം ട്യൂഷൻ വേണ്ട ഒരു കുട്ടി വരുമ്പോഴായിരിക്കും നിങ്ങളെ കോള് വരുന്നത്. അപ്പം നിങ്ങൾ അത് ചിന്തിച്ചിട്ട് ഇവരുടെ അടുത്ത് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ പറയാം നിങ്ങൾക്ക്. പക്ഷെ ഒരു കാര്യം, പഠിപ്പിക്കാൻ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ് ഓക്കെ ആണെന്ന് പറയരുത്. കാരണം നിങ്ങളിപ്പോൾ പറയണ എല്ലാ സബ്ജക്റ്റും ഓക്കെയാണ്, എല്ലാ ക്ലാസ്സും ഓക്കെ ആണെന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. ഒരു 12th മാത്സ് ആവശ്യമുള്ള ഒരു കുട്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12th മാത്സ് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങളവിടെ പെടും. ഓക്കെ,
കാരണം നിങ്ങൾക്ക് 12th മാത്സ് അറിഞ്ഞൂടെ പഠിപ്പിക്കാൻ. പക്ഷെ നിങ്ങൾ ഏത് ക്ലാസ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ 12th മാത്സിന്റെ ഒരു കുട്ടി പെട്ടെന്ന് വരികയാണ് ട്യൂഷൻ നിങ്ങൾക്ക് ചോദിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പെട്ടില്ലേ. സോ അറിയാമെങ്കിൽ മാത്രം പറയുക എല്ലാ ക്ലാസ്സും ഓക്കെ ആണെന്ന്, അല്ലെങ്കിൽ അങ്ങനെ പറയരുത്. ഓക്കെ, കാരണം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ നന്ദി കാണിക്കണമല്ലോ. അപ്പം അല്ലാതെ അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. പിന്നെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറയും ഇപ്പം 10ാം ക്ലാസ് വരെ ഓക്കെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ് വരെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാം 1 മുതൽ 8 വരെയുള്ള ഏത് സബ്ജക്റ്റും ഏത് ക്ലാസ്സും ഞാൻ ഓക്കെയാണ്, അങ്ങനെയൊക്കെ പറയാം. കാരണം 9 മുതലുള്ള അങ്ങോട്ട് നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി, ഓക്കെ ദാറ്റ്സ് ഓക്കെ. 1 മുതൽ 8 വരെയുള്ള നിങ്ങൾ ഓക്കെ ആയിട്ടുള്ളൂ, അപ്പം അങ്ങനെ പറയാം. അങ്ങനെ കൂടുതലും ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സും പഠിപ്പിക്കാൻ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കൂടുതൽ എളുപ്പമായിരിക്കും കേട്ടോ. മറ്റവർക്ക് കിട്ടൂല നല്ല, ബട്ട് ചാൻസസ് കുറവായിരിക്കും വേക്കൻസി വരാൻ. അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഒരുമിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളെയാണോ അതോ കുറച്ച് മാത്രമുള്ള ഒരാളെയാണോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പക്ഷെ പിന്നൊരു കാര്യമുണ്ട്, ഈ മലയാളം ഇപ്പം പുറത്തെ കുട്ടി ഞാൻ ഇപ്പം ഓൺലൈനായിട്ട് എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കുട്ടിയൊക്കെ ആണെങ്കിൽ ആ കുട്ടിക്ക് മലയാളം ആൻഡ് ഹിന്ദി മാത്രം മതി ട്യൂഷൻ. കാരണം അങ്ങനെ മലയാളം അറിയാത്തവരുണ്ടായിരിക്കും, അതുപോലെ മാത്സ് അറിയാത്തവരുണ്ടായിരിക്കും, കെമിസ്ട്രി അറിയാത്തവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ട്യൂഷൻ വേണ്ട കുട്ടികൾ വരാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 250 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്കിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാനാണെങ്കിൽ അയ്യോ എൻ്റെ പൈസ പോകും ആ ഒരു ഇതിലാണെങ്കിൽ നിങ്ങൾ ഇതിൽ പോകാതിരിക്കുന്നത് നല്ലത്. പക്ഷെ എനിക്കപ്പം എന്തായാലും ജോബ് വേണം, നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ 250 റുപ്പീസ് കൊടുത്തു, രജിസ്റ്റർ ചെയ്തു. ഞാൻ കുറേ വെയിറ്റ് ചെയ്തു, നല്ല ക്ഷമയോടെ വെയിറ്റ് ചെയ്തു. ഫൈനലി എനിക്ക് കിട്ടി. അയ്യോ അതെനിക്ക് ഭയങ്കര, കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറയാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം അങ്ങനെ ഒരു കാര്യം. അപ്പം ഞാനൊരു ടിപ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ടിപ്പ് ഇതാണ്, നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ പറ്റും, ഏതൊക്കെ ക്ലാസ് പഠിക്കുക, അതെല്ലാം ഇവരുടെ അടുത്ത് പറയുക. ഓക്കെ, ഒരു സബ്ജക്റ്റിലേക്ക് ചുരുങ്ങാതിരിക്കുക, അത് നിങ്ങളുടെ ചാൻസസ് കുറയ്ക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, അത് ടിപ്പല്ല ആക്ച്വലി, അത് ഞാൻ ചെയ്ത ഒരു ഇതാണ്. എന്താ വെച്ചാൽ നിങ്ങൾ ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഫേസും നമ്മുടെ പേരും അവർ ഓർത്തിരിക്കത്തില്ല. കാരണം അത്ര ആൾക്കാരാണ് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ഒരാളെ ഇവർ ഓർത്തിരിക്കത്തില്ല. അപ്പം നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കുക. മാം റെഡി ആയോ, ഓക്കെ ആയോ, എന്തായി, ഞാൻ ഇതെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതുവരെ എനിക്ക് കുട്ടിയെ അസൈൻ ചെയ്യണില്ലേ, അങ്ങനെ ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും വിളിക്കരുത്, അവർക്ക് ദേഷ്യം വന്നിട്ട് ചിലപ്പോൾ അവരുടെ പേരൊക്കെ വെട്ടിക്കളയും. എന്നിട്ട് എപ്പോഴും വിളിക്കാതിരിക്കുക, ഒരു 1 വീക്ക് 2 വീക്കൊക്കെ ഇടവിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ നമ്മളെ ഓർക്കും, ഓ ഇങ്ങനെ ഒരാളുണ്ടല്ലോ. കാരണം ഇത്രയും ആൾക്കാർ രജിസ്റ്റർ ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ പേര് ഓർത്തിരിക്കണം എന്നില്ല. അപ്പം ഞാൻ ചെയ്ത അതാണ്, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് ഞാനൊരു 1 വീക്ക് എപ്പോഴെപ്പോഴും വിളിച്ച് വെറുപ്പിക്കരുത്. ഞാൻ ഒരു വീക്ക് ഇടവിട്ട് ഒരു 1.5 വീക്ക് 2 വീക്ക് ഇടവിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാം ആയോ, എനിക്കിത് അത്യാവശ്യമാണ്, ഇങ്ങനെ ഒരു ട്യൂഷൻ ഓപ്പർച്യൂണിറ്റി ഇപ്പം ഭയങ്കര അത്യാവശ്യമാണ്, രജിസ്റ്റർ ചെയ്തു, എന്തെങ്കിലും ആയോ, അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും അത്യാവശ്യം വേഗം എനിക്ക് കിട്ടിയത്. സോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവരെ ഇങ്ങനെ ഇടയ്ക്ക്, ഞാൻ എപ്പോഴും വിളിക്കരുത് കേട്ടല്ലോ, ഇങ്ങനെ ഒരു 1 വീക്ക് 2 വീക്ക് ഇടവിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ വിളിച്ചിട്ട് അവിടുത്തെ അപ്പം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ കാണുമോ ഇങ്ങനെ ഒരാളുണ്ട്. അപ്പം നമ്മുടെ പേര് അവരുടെ മൈൻഡിൽ എടുത്ത് നിൽക്കും. അപ്പം അവർ ചിലപ്പോൾ നിങ്ങൾക്ക് കുട്ടിയെ വേഗം അസൈൻ ചെയ്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഇങ്ങനെ ഫയൽസ് എന്ത് ഇരിക്കുമ്പോൾ അതിനിടയ്ക്ക് അവർ ഓർക്കൂല. അതുകൊണ്ട് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കാൻ. ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിട്ടാണ് ആയിരിക്കും ഇത് എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും ഞാൻ പറഞ്ഞില്ല, കുറേ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തു. അപ്പം അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ അവർക്കും വേഗം കിട്ടി കേട്ടോ. സോ വേഗം മീൻസ് വേഗം നല്ല വെയിറ്റ് ചെയ്യണം, ബട്ട് സ്റ്റിൽ. അപ്പോൾ ഇതാണ് 2 ടിപ്സ്. ഇത്രയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. പിന്നെ എന്താണ്, പിന്നെ ഇതിൽ 3 നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അങ്ങനെ അന്വേഷിക്കാം. സോ ഇവിടെ നമ്പർ കൊടുത്തേക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ നമ്പർ കൊടുക്കാം എന്നൊക്കെ പറയുന്നത് ചെയ്യുന്ന കേട്ടോ. ഞാൻ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് ഇതാണ്. അപ്പോൾ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പം ഈ 3 നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്, അതിൽ നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഗ്രൂപ്പിൽ ആഡ് ആയാൽ മതി. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കിത് ഉപയോഗമുള്ള വീഡിയോ ആയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക, പിന്നെ
സബ്സ്ക്രൈബ് ചെയ്തിടുക, കാരണം ഇനി ഇതുപോലത്തെ ഉള്ളതിനാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ബെല്ലൈക്കൺ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പം അത്രയ്ക്ക് ഉള്ളൂ. തുടങ്ങും. കണ്ണു